ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഹൈഡ്രോപോണിക് ഫാമിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമർ സ്വിച്ച് വെച്ചിട്ടുള്ള പമ്പ് കൺട്രോളാണ്. പിന്നെ നമ്മൾ മുന്നേ ചെയ്ത കുറേ വീഡിയോകൾക്കകത്ത് നമ്മൾ ഈ ടൈമറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടൈമറിൻ്റെ കൺസ്ട്രക്ഷൻ ആ ഒരു അസംബ്ലി ചെയ്തെടുക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് ഒന്ന് കണ്ടു നോക്കുക. ബേസിക്കലി നമ്മൾ ആ ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത് ചെറിയ ഇതുപോലുള്ള ഡിജിറ്റൽ ടൈമറാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചെറിയൊരു ടൈമർ മൊഡ്യൂൾ, ഡിജിറ്റൽ ടൈമർ സ്വിച്ച് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 10-16 സൈക്കിൾസ്, ഓൾമോസ്റ്റ് 16 സൈക്കിൾസ് ഓൺ ഓഫ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺട്രോൾ ബോക്സാണിത്. അപ്പോൾ ഇത് വയർ ചെയ്തെടുക്കുന്ന പറഞ്ഞാൽ കുറച്ച് സ്കില്ല് വേണ്ടതാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കായിട്ട് നമുക്ക് പ്ലഗിൽ ഡയറക്റ്റായിട്ട് കുത്താവുന്ന ടൈമർ സ്വിച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ചെറിയ ടൈമർ മൊഡ്യൂൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏകദേശം ഒരു 16 സൈക്കിൾസൊക്കെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ആവശ്യം ആ ഒരു 16 സൈക്കിൾസിൻ്റെ കാര്യമല്ല. ഇത് ഈ ചെറിയ ടൈമർ സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ അപ്ലയൻസസ് ഓൺ ഓപ്പൺ ചെയ്യാനാണ്. നമ്മുടെ ചെറിയ ഹൈഡ്രോപോൺ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 16-18 വാട്ട്സ് മുതൽ 40 വാട്ട്സ് വരെയുള്ള ചെറിയ പമ്പുകളാണ്. കുറച്ചുകൂടെ വലുതാകുമ്പോഴേക്കും നമ്മൾ 100-ന് മേളിലുള്ള വാട്ടേജുള്ള പമ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈമർ സ്വിച്ചിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ വലിയ പമ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈമർ സ്വിച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു ടൈമർ സ്വിച്ചിനെ പറ്റിയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ് ചെയ്ത് ഫ്രഷ് ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ, ഞാൻ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ഇതുപോലെയുള്ള കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ടൈമർ മൊഡ്യൂളുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഏകദേശം 10 ആമ്പിയറൊക്കെയാണ്. ഇതിൻ്റെ റേറ്റിംഗ് 10 ആമ്പിയറാണ്. അത് ചെറിയ ചെറിയ അപ്ലയൻസസിനൊക്കെ ഇത് ധാരാളമാണ്. നമുക്ക് ചെറിയ പമ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് മതി. പക്ഷേ നമ്മുടെ പുതിയ ഒരു ഹൈഡ്രോപോണിക് ഫാമിനകത്ത് നമ്മൾ 400 പ്ലാന്റ്സ് വയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 HP പമ്പാണ്, സെൻട്രൽ ഫ്യൂഗൽ പമ്പ്. അപ്പോൾ 1.5 HP പമ്പ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇത് ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല. ചിലപ്പോൾ അത്രയും ലോഡ് ഇതിനകത്ത് താങ്ങാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് കുറച്ചുകൂടെ റേറ്റിംഗ് കൂടിയിട്ടുള്ള ഒരു ടൈമർ സ്വിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ചെറിയൊരു ടൈമർ സ്വിച്ച്. ഇത് ഒരു ചൈനീസ് പ്രോഡക്റ്റാണ്. ഏകദേശം ഒരു 800-850 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ട്, L&Tയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ്. 2000 രൂപ അതിന് റേറ്റിംഗ് വരുന്നുണ്ട്. ഒരു ചെറിയ ടൈമർ സ്വിച്ച് തന്നെയാണ് ഇതും. ഇതിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലൊരു കുഞ്ഞു മൊഡ്യൂൾ കിട്ടും. കണ്ടില്ലേ, ഈ ഒരു കുഞ്ഞു മൊഡ്യൂളാണ് നമ്മുടെ ടൈമർ സ്വിച്ച്. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. നമ്മുടെ സാധാരണ MLCB, LCB ഒക്കെ വയ്ക്കുന്ന ആ ബോക്സിനകത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലിപ്പ്, അതായത് DIN റെയിലിൽ വയ്ക്കാൻ പറ്റുന്നൊരു ക്ലിപ്പ് ടൈപ്പാണ്. സ്ക്രൂ ഒന്നുമല്ല. ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ലൈൻ ഇൻപുട്ട്സ് കൊടുക്കാം, ലൈൻ ന്യൂട്രലും. പിന്നെ താഴെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ടൈം അനുസരിച്ച് സ്വിച്ച് ഓൺ ആവുന്ന ഔട്ട്പുട്ട് ഇവിടെയാണ്. നമ്മളിവിടെയാണ് മോട്ടർ കണക്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 30 ആമ്പിയറാണ്. അപ്പോൾ ഒരുവിധമുള്ള ചെറിയ മോട്ടറെല്ലാം നമ്മൾ ഇതിനകത്ത് താങ്ങുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ പുതിയ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടപ്പാണ്. അതിൻ്റെ താഴെ കുറച്ച് കൺട്രോളറും ഒക്കെ ഉണ്ട്. LCD നമുക്ക് ഈ ഒരു വിൻഡോയിൽ കൂടെ കാണാൻ പറ്റും. ബാക്കിയുള്ള കൺട്രോൾസ് എല്ലാം ഈ ഒരു ലിഡിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. വെതർ പ്രൊട്ടക്റ്റ്, അതായത് വെളിയിലേക്ക് വയ്ക്കുമ്പോഴേക്കും വെള്ളമൊന്നും വീഴാതിരിക്കാനായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പൊടിയൊന്നും അടിക്കാതിരിക്കാനായിരിക്കണം. എന്തായാലും അത് സേഫ്റ്റി ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടൊരു 3 വോൾട്ട് ബാറ്ററി ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഇതിൻ്റെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പവർ ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അതേ രീതി തന്നെയാണ് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഒരു LCD ഡിസ്പ്ലേ ഉണ്ട്. അതിനകത്ത് ഇപ്പോഴത്തെ ടൈം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം സെറ്റ് ചെയ്യുന്നത് ക്ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഗ്രാം ചെയ്യുന്നത് ഈ പ്രോഗ്രാം ബട്ടണിനാണ്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ഓൺ ഓഫ് സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 മണിക്ക് ഓണായിട്ട് 1:30 ഓഫ് ആവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സൈക്കിൾസിൻ്റെ ഓണും ഓഫും സൈക്കിൾ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇത് ഓൺ ആവുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഓൺ ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വരുന്ന മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓഫ് സൈക്കിൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് വാക്കൻ്റ് ആണ്. ഇത് രണ്ടാമത്തതിൻ്റെ ഓണാണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡേ, ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഡേ പ്രസ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓണായിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത 1:30 കാണുന്നുണ്ട്.
അപ്പോൾ അതിന് ശേഷമുള്ളത് മതി. നമ്മൾ 2 ആക്കി. 2:30 വേണ്ട, നമുക്ക് 2 മണിക്കാണ് അടുത്ത് ഓൺ ആവേണ്ടത്. പിന്നെ വീണ്ടും തന്നെ 0ലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഞാൻ 2 മണി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ടാമത്തെ ഓൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 മണിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ പ്രോഗ്രാം അടിക്കുമ്പോഴേക്കും 2ൻ്റെ ഓഫ് സൈക്കിളാണ്. നേരത്തെ പറഞ്ഞ ഡേ, പിന്നെ അവർ പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ മിനിറ്റ് നമ്മൾ 30 ആക്കുന്നുണ്ട്. അപ്പോൾ 2:30 അടുത്ത് ഓഫ് ആവുന്നത്. ഇതേ രീതിയിൽ നമുക്കിത് ഫുള്ളായിട്ട് പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്.